ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ SIR ഫോം പൂരിപ്പിച്ച് നൽകിയത് BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ്. നമ്മുടെയൊക്കെ വീടുകളിൽ BLO കൊണ്ടുവന്ന് തന്നിരുന്ന SIR എന്യൂമറേഷൻ ഫോമൊക്കെ നമ്മളെല്ലാവരും തന്നെ ഫില്ല് ചെയ്ത് തിരിച്ച് BLOയെ ഏൽപ്പിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമുകളെല്ലാം തന്നെ തിരിച്ച് കൊടുത്തത് ഇലക്ഷൻ കമ്മീഷൻ്റെ സൈറ്റിൽ BLO അപ്ലോഡ് ചെയ്യണം. എന്നാൽ നമ്മുടെയൊക്കെ ഫോം ഇതുപോലെ BLO അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സ്വന്തമായി നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എന്യൂമറേഷൻ ഫോം നമുക്ക് സ്വന്തമായി ഓൺലൈൻ വഴി ഫില്ല് ചെയ്യാവുന്നതാണ്. അതിൻ്റെ വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ SIR ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള വീഡിയോയിലോട്ട് പോകാം. അതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിതിന് വേണ്ടി ആദ്യമായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ശേഷം ഇവിടെ സെർച്ച് ബാറിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതുപോലെ സെർച്ച് റിസൾട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിൽ ഒന്നാമത്തെ റിസൾട്ട് കാണാം, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക. ഈ ഒരു സൈറ്റിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു സൈറ്റിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഈ ഒരു പേജിൽ ഇവിടെ മുകൾ ഭാഗത്തായിട്ട് ഇതുപോലെ ലോഗിൻ ആൻഡ് സൈനപ്പ് എന്നിങ്ങനെയുള്ള രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ നിങ്ങളിവിടെ ഈ ഒരു സൈറ്റിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇവിടെ സൈനപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ എൻ്റർ ചെയ്തുകൊണ്ട് ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒന്ന് പൂർത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിവിടെ സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ എൻ്റർ ചെയ്തു. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ളത് കാണാം. ആ ഒരു ഭാഗത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളൊന്ന് കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളതാണ്. അത് മാൻഡേറ്ററി അല്ല, വേണമെങ്കിൽ എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം ഒരു താഴെ ഒരു ക്യാപ്ച കോഡ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയുള്ള ആ ഒരു കോളത്തിലും കൂടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ യൂസർ ഓൾറെഡി എക്സിസ്റ്റ് എന്നുള്ള മെസ്സേജാണ് വന്നിട്ടുള്ളത്. ആ ഒരു ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലോഗിൻ എന്നുള്ള ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നമ്മുടെ ആ ഒരു മൊബൈൽ നമ്പർ നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയുള്ള ക്യാപ്ച കോഡ് അതുപോലെ തന്നെ ആ ഒരു താഴെയുള്ള കോളത്തിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള റിക്വസ്റ്റ് OTP എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം ഈ ഒരു ഭാഗത്ത് നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു OTP കോഡ് നമ്മളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു പേജിൽ ലോഗിൻ ആയി കഴിഞ്ഞാൽ നമുക്കിവിടെ മുകൾ ഭാഗത്ത് ഇതുപോലെ നമ്മുടെ പേര് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. ശേഷം നമ്മളൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക. ഇവിടെ സർവീസസ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വരിക. ശേഷം ഇവിടെ നമുക്ക് ഫിൽ എന്യൂമറേഷൻ ഫോം എന്നുള്ളൊരു ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ ആ ബട്ടണിലൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലോട്ട് വന്നിട്ടുണ്ടായിരിക്കും. SIR 2026 ഓൺലൈൻ ഫോം സബ്മിഷൻ ബൈ എലക്ടർ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ എന്യൂമറേഷൻ ഫോം സ്വന്തമായിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു വിൻഡോ ആണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ മുഖേന തന്നെയാണ് നമ്മുടെ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നതും. എങ്ങനെയാണ് ഓൺലൈൻ വഴി സ്വന്തമായി ഫോം സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ മുമ്പ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ആ ഒരു വീഡിയോ കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ള ഭാഗത്ത് നമ്മുടെ സ്റ്റേറ്റ് നമ്മൾ കേരള എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം അടുത്ത ഓപ്ഷൻ വരുന്നത് എൻ്റർ എപ്പിക് നമ്പർ ഇൻ 2025 എന്നുള്ളതാണ്. അപ്പോൾ 2025 അതായത് നമ്മുടെ പുതിയ ID കാർഡ് നമ്പറാണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ പുതിയ 10 അക്ക ID കാർഡ് നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ താഴെയുള്ള സെർച്ച് എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന രീതിയിലാണ് നിങ്ങളുടെ ഫോം കാണിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ഫോം BLO സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി ഇവിടെയാണ് ഒത്തിരി പേർക്ക് സംശയം നിലനിൽക്കുന്നത്. എൻ്റെ ഫോം സബ്മിറ്റ് ചെയ്തതിൻ്റെ കൂടെ ഇവിടെ മൊബൈൽ നമ്പർ കാണിക്കുന്നില്ല, അത് എന്തുകൊണ്ടാണ്? എൻ്റെ ഫോം സബ്മിറ്റ് ആയിട്ടില്ലേ? അത് കാരണം ഞാൻ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും പുറത്തു പോകുമോ എന്നൊക്കെയുള്ളതാണ് സംശയങ്ങൾ നിലനിൽക്കുന്നത്. എന്നാൽ ഇവിടെ ഇത്തരത്തിൽ മൊബൈൽ നമ്പർ കാണിക്കാത്തത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് മാത്രമല്ല. മൊബൈൽ നമ്പർ അപ്ലോഡ് ചെയ്തിട്ടുള്ളവരുടെയും ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു സ്ക്രീനിൽ കാണിക്കുന്നത് ഒരേ വോട്ടറുടെ തന്നെ സ്റ്റാറ്റസ് മുൻപ് ചെക്ക് ചെയ്തതിൻ്റെയും ഇപ്പോൾ ചെക്ക് ചെയ്തതിൻ്റെയും സ്റ്റാറ്റസുകളാണ് കാണിക്കുന്നത്. ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആദ്യം ചെക്ക് ചെയ്ത സമയത്ത് മൊബൈൽ നമ്പർ കാണിച്ചിരുന്നു, പിന്നീട് ചെക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ മൊബൈൽ നമ്പർ കാണിക്കുന്നില്ല. ഇത് ഇപ്പോൾ സൈറ്റിൽ നിന്നും നീക്കം ചെയ്ത് പുതിയ രീതിയിൽ മൊബൈൽ നമ്പർ നൽകാതെയാണ് സ്റ്റാറ്റസ് കാണിക്കുന്നത് എന്ന് മാത്രമാണ്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വോട്ടർ ID കാർഡിൽ മൊബൈൽ നമ്പർ നൽകിയിട്ടില്ലെങ്കിൽ ഫോം 8 വഴി ഓൺലൈനായി സ്വന്തമായി തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചേർക്കാവുന്നതാണ്.
അതിൻ്റെ വീഡിയോ മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ കാണുന്നതിലൂടെ ഏതൊരാൾക്കും സ്വന്തമായി അവരുടെ വോട്ടർ ID കാർഡിൽ മൊബൈൽ നമ്പർ ചേർക്കാനായിട്ട് സാധിക്കുന്നതാണ്. SIR ഫോം സമർപ്പിച്ചതിൻ്റെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോയുടെ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്നുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനാബിൾ ചെയ്ത് വെക്കുക. ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.